ഹലോ. അപ്പോൾ ഈ നിൽക്കുന്ന പൂവ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ അനന്തശയന നിശാഗന്ധി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇതൊക്കെ ട്രേയൊക്കെ മാറ്റി വലിയൊരു ബക്കറ്റിലേക്ക് കാട്ടിയപ്പോൾ നിറയെ മുട്ടുണ്ടായിട്ടോ. 5 മുട്ട. ഇവിടെ നിന്ന് എനിക്ക് 10 മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് രാത്രിയായിട്ട് വിരിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു പോയിരിക്കുമായിരുന്നു. മഴ കാരണം ഞാൻ വിട്ടുപോയി. ഞങ്ങൾ കിടന്നതിന് ശേഷം പെട്ടെന്നൊരു ഓർമ്മ വന്നതാണ്. ഞാൻ പിന്നെ എണീറ്റ് ടെറസിൻ്റെ മുകളിൽ പോയി. അതിപ്പോൾ ഞാൻ മറന്നു പോയിട്ട് എന്നായിട്ട് എനിക്ക് നല്ല വേദനയായിരുന്നു. കാരണം പിറ്റേ ദിവസത്തേക്ക് ഇതിൻ്റെ സൗന്ദര്യം ഉണ്ടാവില്ല, വിരിഞ്ഞ് നിൽക്കില്ല, ആകെ വാടി ചീഞ്ഞ് പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൗന്ദര്യത്തെ കാണണമെങ്കിൽ അത് വിരിയുന്ന ടൈമിൽ തന്നെ കാണണമല്ലോ. ഇതാ അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റില്ലൊക്കെ എടുത്ത്. അപ്പോൾ അല്ലുമോൻ ഇത് ആദ്യമായിട്ട് കാണുന്ന മാതിരി കേട്ടോ. പക്ഷെ അവൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ പൂത്ത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവനതൊരു പുതിയ കാഴ്ച പോലെയായിരുന്നു കേട്ടോ. അവനത് വിട്ട് പോരാൻ തോന്നുന്നില്ല. മഴ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ പോരാൻ നോക്കുന്നുണ്ട്. അവൻ സമ്മതിക്കണ്ടേ. നാളെ ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നെയും പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു നല്ല നഷ്ടമാവുമായിരുന്നു. ഞാനൊറ്റ മറന്നു പോയിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ഞാനിത് കാണാം. ഞാൻ മുട്ട് വിരിഞ്ഞ മുതൽ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. നാളത്തേക്ക് രാവിലെ ഉണ്ടാവില്ല, ഇത് രാത്രി പൂക്കണ പോവാ.